എമ്പുരാൻ സിനിമ കാണില്ലെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ലൂസിഫർ ഇഷ്ടപ്പെട്ടതിനാൽ എമ്പുരാനും കാണുമെന്ന് പറഞ്ഞിരുന്നു. ചരിത്രത്തിലെ വളച്ചൊടിക്കുന്ന സിനിമകൾ പരാജയപ്പെടുമെന്നും FB പോസ്റ്റ്. ഭീഷണിപ്പെടുത്തിയും അവഹേളിച്ചും ഉള്ളടക്കത്തെ തിരുത്തിക്കുന്നത് ഭീരുത്വമെന്ന് VD സതീശൻ. എമ്പുരാന്റെ റീ എഡിറ്റിംഗ് പതിപ്പ് വ്യാഴാഴ്ച പ്രദർശനം തുടങ്ങും. IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ആരോപണ വിധേയനായ സുഹൃത്തിനെ ചോദ്യം ചെയ്യും. IB ഉദ്യോഗസ്ഥനായ സുഹൃത്തിനെയായി അന്വേഷണം. സുഗാന്തിനോട് അവധിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം. നടപടി മേഘയുടെ കുടുംബത്തിന്റെ പരാതിക്ക് പിന്നാലെ. കൊച്ചിയിൽ 2 ഇടങ്ങളിലായി വൻ ലഹരിവേട്ട. എളമക്കരയിൽ 1/2 കിലോ MDMA-യുമായി യുവാവ് പിടിയിൽ. പിടിയിലായത് മുഹമ്മദ് നിഷാദ. ആലുവയിൽ 47 ഗ്രാം MDMA-യുമായി 53-കാരൻ പിടിയിൽ. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും ആക്രമണങ്ങളും തടയാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന്. ലഹരി ഒഴുക്ക് തടയാൻ കർമ്മ പദ്ധതികൾ തയ്യാറാക്കും. വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളും അധ്യാപകരും രക്ഷിതാക്കളും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും. രാസമാലിന്യം കൊണ്ട് പൊറുതിമുട്ടി കൊച്ചി അയ്യൻകുഴി നിവാസികൾ. കൊച്ചി റിഫൈനറിയിലെ രാസമാലിന്യം ദുസ്സഹമാക്കുന്നത് 45 കുടുംബങ്ങളുടെ ജീവിതം. ശുദ്ധജലത്തിനും ശുദ്ധവായുവിനും വേണ്ടിയുള്ള അയ്യൻകുഴി നിവാസികളുടെ സമരം 140 ദിവസം പിന്നിട്ടു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീറ്റ് വർധനവിനുള്ള അപേക്ഷ നിരസിച്ച സർക്കാർ. പുതിയ തസ്തികകളും ഉപകരണങ്ങളും വാങ്ങുന്നത് സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്ന് വാദം. സംസ്ഥാനത്തെ ഒരു മെഡിക്കൽ കോളേജിലും സീറ്റ് വർധന പരിഗണനയില്ലെന്നും സർക്കാർ. കോതമംഗലത്തെ സ്വകാര്യ ഡെന്റൽ കോളേജിൽ സീറ്റ് വർധനവിന് അനുമതി. മ്യാൻമറിൽ ഭൂചലനത്തിൽ മരണം 1600 കടന്നു. 3500-ഓളം പേർക്ക് പരിക്ക്. കൂടുതൽ പേർ കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്ന് 2 വിമാനങ്ങൾ കൂടി മ്യാൻമറിൽ. പ്രധാനമന്ത്രിയായ ശേഷം ആദ്യമായി നരേന്ദ്രമോദി നാഗ്പൂരിലെ RSS ആസ്ഥാനത്തെത്തി. മോദിയുടെ സന്ദർശനം ചരിത്രപരമെന്ന RSS. രാജ്യത്തെ സേവിക്കാൻ RSS പ്രചോദനമെന്ന നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയായ ശേഷമുള്ള മോദിയുടെ ആദ്യ സന്ദർശനം. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ചെറിയ പെരുന്നാൾ. ഒമാനിൽ പെരുന്നാൾ നാളെ. സംസ്ഥാനത്ത് ചെറിയ പെരുന്നാളിനായി അവസാനവട്ട ഒരുക്കത്തിൽ വിശ്വാസികൾ. IPL-ൽ ഇന്ന് 2 പോരാട്ടങ്ങൾ. ആദ്യ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ഹൈദരാബാദിനെ നേരിടും. 2ാം മത്സരത്തിൽ ചെന്നൈ രാജസ്ഥാൻ പോരാട്ടം.